രോഹിണി അമ്മയ്ക്ക് പ്രായം 66. ഒരു വർഷം മുൻപ് വരെ തൊഴിലുറപ്പ് തൊഴിലിൽ സജീവമായിരുന്നു. ജോലിക്കിടെ ഇരിട്ടി വിളമനയിൽ വെച്ചാണ് പന്നിപ്പടക്കം പൊട്ടി ഗുരുതരമായി പരിക്കേറ്റത്. ആ ദിനം രോഹിണി അമ്മയ്ക്ക് നടുക്കുന്നൊരോർമ്മയാണ്. കത്തിയിൽ കൊക്കോണ്ട് ഇങ്ങനെ ആ വള്ളി മുറിച്ചതാ. അന്നേരം കണ്ടു ഒന്നങ്ങ് ഉരുണ്ടുപോയതിൻ്റെ ശേഷം കണ്ടു ഒന്നെൻ്റെ മിന്തുന്ന് പൊട്ടി ഇത്രയും അടുത്തുനിന്നാ പൊട്ടിയേ. ഞാനപ്പാടന്നെ മരയിച്ചു പോയിന്. പിന്നെ ഇതിലെ കൂടി ഇങ്ങനെ കുറേ ചോര ഒലിക്കുന്നു. പിന്നെ തലക്ക് 3 തുന്നുണ്ടേനു ഇവിടെ ഇങ്ങനെ. പിന്നെ ഒന്ന് ഈട കാലിന് ഇതാ. പിന്നെ മേലെല്ലൊട്ടാകുണ്ടേനു ചീളി തെറിച്ചിട്ട്. ശാരീരിക അസ്വസ്ഥതകൾ വേട്ടയാടുന്നതിനാൽ പിന്നീട് ഇന്നുവരെ ജോലിക്ക് പോയിട്ടില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തോ ഒരു പോലെ വല്ലാതെ ഒരു മരയപ്പ് പോലെയുള്ളത്. ഏടിയും പോകില്ല. അയൽക്കൂട്ടത്തിന് ആടിയ അയൽക്കൂട്ടം ആർത്തും വരെ നടന്നു പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടും പോലെ എന്തെല്ലോ ആകുമായിരുന്നു. പിന്നെ തലകറക്കം വരുന്നു അന്ത്യോളം തൊഴിലുറപ്പിലും പോയി അവരെ കൂട്ടുന്ന തലകറക്കാരും വന്നിട്ട് അതിന് പിന്നെ അത് പറയിക്കണ്ടല്ലോ. നേരത്തിൽ ഏടിയും പോക്കില്ല. ജോലി ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഏറെയാണ്. അതിനിടയിലാണ് ജോലി പോലും തുലാസിലാക്കുന്ന പദ്ധതിയിലെ പരിഷ്കരണം. പെട്ടെന്ന് ഇപ്പം നമുക്ക് ഈ പേര് പറയാൻ തന്നെ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അത് പഠിച്ചു വരണത്ര വായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ നമ്മളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്നുള്ള നമ്മൾ അന്നേരം മുതൽ പഠിച്ചിട്ട് ആ പേര് നമുക്ക് വേഗം കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പം അത് പേര് മാറ്റിയാലും എതിർപ്പ് തന്നെയാണ്. നമുക്ക് ആശങ്കയുണ്ട് ഇതിനെപ്പറ്റി. നമുക്ക് തൊഴിൽ ദിനം കുറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ സൈറ്റിൽ തന്നെ കൂടുതൽ പേരും പ്രായം 70-75 വയസ്സിലുള്ളവർ അവരിത് കൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് വേറെ ആശ്രയം ഇല്ലാത്തവർ വരെയുണ്ട് വീട്ടിൽ. 60 വയസ്സിന് മുകളിലുള്ളവരാണ് തൊഴിലാളികളിലേറെയും. പലർക്കും വാർദ്ധക്യകാലത്ത് മരുന്ന് വാങ്ങാനുള്ള ആശ്രയമായിരുന്നു പദ്ധതി. പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. മരുന്നിനായിട്ടും എല്ലാ കാര്യത്തിനായിട്ടും. പിന്നെ കുടുംബനാഥനില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അല്ല ഈ തൊഴിലുറപ്പിൽ ആശ്രയിക്കുന്നത്. ആശങ്കയുണ്ടോ? വിഷമമുണ്ട് കേട്ടിട്ട്. കേരളത്തിലടക്കം ഗ്രാമീണ മേഖലയിൽ കൈത്താങ്ങായി മാറിയ പദ്ധതിയാണ് ഇന്നിപ്പോൾ പുതിയ മാറ്റങ്ങളിലൂടെ തൊഴിലാളികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.